എവരിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എനിക്കറിയാം ഒരു ഇച്ചിരി വലിയ ബ്രേക്കായിപ്പോയി. ലോങ് വീഡിയോസ് എടുക്കാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ടൈം കിട്ടുന്നില്ലായിരുന്നു. ഞാനിപ്പോൾ ഈ ഒരു കയോസിൻ്റെ എല്ലാം ഇടയ്ക്ക് ഞാനൊരു MSc സൈക്കോളജി എടുക്കുന്നുണ്ട് ജെയിൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അപ്പം അതിൻ്റെ തിരക്കും കാര്യങ്ങളും പിന്നെ ട്രീറ്റ്മെൻറ്റും എല്ലാം കൂടെ അങ്ങനെ മൊത്തത്തിൽ ഫുൾ തിരക്കായതുകൊണ്ടാണ് എനിക്ക് ലോങ് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് ടൈമേ കിട്ടുന്നില്ല. എനിവേ, സോ ഇന്നത്തെ വീഡിയോ ഞാൻ വേറെ ടോപ്പിക്കിനെ കുറിച്ച് പറയാനോ അല്ലെങ്കിൽ ഇങ്ങനെ വേറെ അങ്ങനെ ഔട്ട്സൈഡിൽ നിന്നുള്ള ഒരു ടോപ്പിക്സും പറയാനായിട്ടല്ല ഞാൻ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഞാനൊരു പോഡ്കാസ്റ്റ് ഞാൻ ചെയ്തിരുന്നു എൻ്റെ ആക്സിഡൻറ്റിനെ കുറിച്ചും അതെങ്ങനെ ഉണ്ടായെന്നും അത് ഉണ്ടായതിനു ശേഷം എൻ്റെ മൈൻഡ് സെറ്റിൽ വന്നൊരു ഷിഫ്റ്റും ഒക്കെ പറഞ്ഞിട്ട് ഞാനൊരു പോഡ്കാസ്റ്റ് ചെയ്തപ്പോഴേക്കും അന്ന് എനിക്ക് ഒരുപാട് നല്ല റെസ്പോൺസസ് ആണ് കിട്ടിയത്. എല്ലാവരും നല്ലതായിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒത്തിരി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് ഡേ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നിനക്കത് ലോങ് വീഡിയോയിൽ ജസ്റ്റ് വായിക്കുകയോ അല്ലെങ്കിൽ ആ സെയിം പോഡ്കാസ്റ്റ് തന്നെ ഇച്ചിരി വീഡിയോ രീതിയിൽ കാണിക്കുവാണെങ്കിൽ അത് നല്ലതായിരിക്കും, ഒരുപാട് പേരിലേക്ക് എത്തുകയും ചെയ്യും, ആൻഡ് അതിന് വേർത്താണെന്നൊരു കോൺഫിഡൻസ് എനിക്ക് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അപ്പോൾ ഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് ഞാൻ എഴുതി വെച്ചിരുന്ന എൻ്റെ ഡയറി എനിക്ക് കഴിഞ്ഞ ദിവസം കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമല്ല, ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ജസ്റ്റ് അത് നോക്കി വായിക്കാം എന്ന് വിചാരിച്ചു. ഇറ്റ്സ് ജസ്റ്റ് എൻ്റെ ഒരു ഡയറിയാണ് അത്. ഇപ്പം ഞാനത് വായിക്കാൻ പോവാണ്. അതിൽ നിന്നും ഐ ഹോപ്പ് അത് വർത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷേ ഇഫ് യു ഗൈസ് ആർ നോട്ട് ഇൻട്രസ്റ്റഡ്, ഞാൻ നിർബന്ധിക്കത്തില്ല കാണാനായിട്ട്. കാരണം എല്ലാ വീഡിയോസിലും പോലെ അങ്ങനെ എഡ്യൂക്കേഷണൽ കണ്ടന്റ് ഒക്കെ ഉള്ള കാര്യമാണെന്ന് ഞാൻ പറയുന്നില്ല. എനിവേ, ലെറ്റ്സ് ഗോ ഇൻ ടു ദാറ്റ്. ഓക്കെ, ഇതാണ് എൻ്റെ ഡയറി ആൻഡ് വിൽ സ്റ്റാർട്ട്. ഒട്ടും പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നടക്കാറില്ലേ? എൻ്റെ ജീവിതത്തിൽ നടന്ന അങ്ങനെ ഒരു സംഭവം നിങ്ങളോട് ഷെയർ ചെയ്യാനൊരാഗ്രഹം. November 11, 2023. ഐ വാസ് ട്രാവലിംഗ് ഫ്രം ചെന്നൈ ടു ബാംഗ്ലൂർ ഇൻ ബസ്. പണ്ടേ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. മേ ബി ഗേൾസ് ക്യാൻ റിലേറ്റ് ടു ദിസ്. നമ്മളെ അധികം അങ്ങനെ ഒറ്റയ്ക്ക് അങ്ങോട്ടും വിടാറില്ലല്ലോ. സോ അങ്ങനെ പോകുമ്പോൾ എന്തോ വലിയൊരു അച്ചീവ്മെൻറ്റ് ഫീലാണ്. നൈറ്റ് ബസ്സായിരുന്നു. ബസ്സിൽ കയറി ഞാൻ ഉറങ്ങിപ്പോയി. പിന്നെ കണ്ണു തുറന്നപ്പോൾ നടു റോട്ടിലാണ്. ഒന്നുകൂടി ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്മി നോക്കി. ഇനി സ്വപ്നമാണെങ്കിലോ? അല്ല, ശരിക്കും റോഡിലാണ്. ചുറ്റും ബഹളം, ആംബുലൻസസ്, ആൾക്കാർ ഓടുന്നു, എന്തൊക്കെയോ നടക്കുന്നു. ഒന്നും അങ്ങോട്ട് തലയിലേക്ക് രജിസ്റ്റർ ആകുന്നില്ല. ഇറ്റ് ടുക്ക് മീ സം ടൈം ടു റിയലൈസ്, ഓക്കെ, ബസ് ആക്സിഡൻ്റ് ആയി. ഞാൻ എന്നെ തന്നെ ഒന്ന് നോക്കി. എനിക്ക് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എണീക്കാൻ പറ്റുന്നില്ല. എൻ്റെ കാൽ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, ഇത് വാണിയമ്പാടിയാണ്, ബസ് ആക്സിഡൻ്റ് ആയിട്ടുണ്ട്, വീട്ടിലേക്ക് വിളിക്കണം. എങ്ങനെ ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറയും? അവരെങ്ങനെ റിയാക്ട് ചെയ്യും? ബട്ട് ഐ ഡിഡൻറ്റ് ഹാഡ് എനി ചോയ്സ്. അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയി, ഓപ്പറേഷൻ നടന്നു. അതുവരെ ഐ വാസ് ജസ്റ്റ് കൺസേൺഡ് അബൌട്ട് ദ പെയിൻ ഐ ഹാഡ്. ബിക്കോസ് അസഹനീയമായ വേദനയായിരുന്നു. എനിക്കതെങ്ങനെ വേർഡ്സിൽ, ഇതിനകത്ത് എഴുതാത്ത കാര്യമാണ് ഞാൻ പറയുന്നത്, എങ്ങനെ വേർഡ്സിൽ എനിക്ക് എഴുതി വെക്കണമെന്ന് എനിക്കറിയത്തില്ല. അതിൻ്റെ ലൈഫിൽ ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും വലിയ പെയിൻ ആയിരുന്നത്. ദെൻ ഐ കെയിം ടു നോ ഐ ഹാഡ് സ്പൈനൽ കോഡ് ഇഞ്ചുറി. സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ലേറ്റർ ഐ റിയലൈസ്ഡ് ഐ എം ഹാവിങ് സ്പൈനൽ കോഡ് ഇഞ്ചുറി ഏഷ്യ എ പാരാപ്ലജിയ. സംഭവം കേൾക്കുന്നതിലും ഭീകരമാണ് അവസ്ഥ. ഐ ഗോട്ട് പാരലൈസ് ബിലോ മൈ സ്റ്റൊമക്ക്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ഡോക്ടറിനോട് ചോദിച്ചത്, വെൻ വിൽ ഐ വാക്ക് അഗെയിൻ എന്നായിരുന്നു. ദ ആൻസർ ഹി ഗേവ് വാസ് ഡിസപ്പോയിൻറ്റിങ്. ഇതിലും അപ്രതീക്ഷിതമായ സംഭവങ്ങളെല്ലാം സ്വപ്നങ്ങളിൽ മാത്രമെന്ന് പറയേണ്ടി വരും അല്ലേ? എവറിത്തിങ് ചേഞ്ച്ഡ് ഓവർ നൈറ്റ്, ലിറ്ററലി എവറിത്തിങ്. അങ്ങനെയാണ് എൻ്റെ ഹോസ്പിറ്റൽ വാസത്തിൻ്റെ തുടക്കം. ഞാനങ്ങനെ അവിടെ ഒരുപാട് പേരെ കണ്ടുമുട്ടി. ഒരു റിയലൈസേഷൻ പീരീഡ് പോലെ തോന്നുമായിരുന്നു. ആൻഡ് I am figuring out now how blessed I was and how blessed I am right now to have a lot of people who stand by me. അതൊരു സത്യമായിരുന്നു. എൻ്റെ കൂടെ ഇപ്പോഴും അന്നും ഇന്നും ഇതുവരേക്കും ചുറ്റും എനിക്ക് നിന്ന് എൻകറേജ് ചെയ്യാനാണെങ്കിലും എന്നെ ഒരു താങ്ങാനായിട്ടാണെങ്കിലും ഒത്തിരി പേര് ഉണ്ടായിരുന്നു. അതൊരു സത്യം മാത്രം. നിന്നെ എവിടെ കൊണ്ടുപോയിട്ടാണെങ്കിലും നമ്മൾ റെഡിയാക്കി എടുക്കുമെന്ന് പറഞ്ഞ പാരൻസ്, ഫാമിലി തൊട്ട് ഞാൻ വന്ന് പാട്ട് പാടും എന്ന് പറഞ്ഞ അപ്പോൾ എഴുന്നേറ്റ് നടന്നോണം എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് വരെ. നമ്മുടെ മറ്റേ മോഹൻലാലിൻ്റെ പടത്തിൽ ഇങ്ങനെ പാട്ട് പാടുമ്പോഴേക്കും എഴുന്നേറ്റ് വരുന്ന നായികയുണ്ടല്ലോ, അതുപോലെ ഞാൻ അങ്ങനെ വന്ന് പാട്ട് പാടും, നീ അങ്ങ് എഴുന്നേറ്റ് നടന്നോണം എന്ന് പറഞ്ഞ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ദേ മെയ്ഡ് മീ റിയലൈസ് ഹൗ ബ്ലെസ്ഡ് ഐ ആം. ആൻഡ് എക്സ്പെക്ട് ചെയ്യാതെ പ്രിയപ്പെട്ടവരിൽ നിന്നും കോൾഡ് ബിഹേവിയർ കിട്ടിയ സിറ്റുവേഷൻസും ഉണ്ട്. ബട്ട് ഫോർ ദാറ്റ് സിറ്റുവേഷൻ ഐ എം താങ്ക്ഫുൾ റൈറ്റ് നൗ. കാരണം അങ്ങനെയുള്ള ആൾക്കാർ ഇപ്പോൾ എൻ്റെ ലൈഫിലില്ല. കാരണം ഫേക്ക് ആയിട്ടുള്ള ആൾക്കാരില്ല. അതൊരു നിങ്ങൾക്ക് മേ ബി എക്സ്പീരിയൻസ് ചെയ്തവർക്ക് അറിയാൻ പറ്റും. ഫേക്ക് ആയിട്ടുള്ള ആൾക്കാർ ചുറ്റും ഇല്ലാത്തപ്പോൾ ഒരു പ്രത്യേക ഒരു പീസ്ഫുൾ ലൈഫാണ്, ഒരു ഹാപ്പിനെസ്, ജെന്യുവൻ ഹാപ്പിനെസ് ഉണ്ടാവും. അതിന് ഞാൻ താങ്ക്ഫുൾ ആണ്. ആൻഡ് അന്ന് ഞാൻ പറയുന്നത് ലെറ്റ്സ് ഇഗ്നോർ ഇറ്റ്, കോൺസെൻട്രേറ്റ് ഓൺ വാട്ട് വി ഹാവ് ആൻഡ് ഹൂ വി ഹാവ്. ഓക്കെ, ഇതെല്ലാവർക്കും ആപ്ലിക്കബിൾ ആണ്. 3 മാസത്തോളം ഇപ്പം റീഹാബിലിറ്റേഷന് വേണ്ടി ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവിടെ കണ്ടുമുട്ടിയ പല ജീവിതങ്ങളും എനിക്ക് ഓരോരോ ഓർമ്മപ്പെടുത്തലുകളായിരുന്നു. സ്പൈനൽ കോഡ് ഇഞ്ചുറിക്ക് ശേഷം ഐക്യം കൽപ്പിച്ച് ഭാര്യയെ വീടിന് പുറത്തൊരു കൂര കെട്ടിക്കൊടുത്ത ഭർത്താവും,
ബ്രെയിൻ ഇഞ്ചുറിയായി ഒന്നും സംസാരിക്കാത്ത ഭാര്യയോട് നിർത്താതെ സംസാരിക്കുകയും പാട്ട് പാടിക്കൊടുക്കുകയും ചെയ്യുന്ന ഭർത്താവുമെല്ലാം ഒരു സമൂഹത്തിലാണ്. ഈ രണ്ട് സിറ്റുവേഷൻ ഞാൻ നേരിട്ട് CMCയിൽ കണ്ടൊരു ഇതാണ്. ഒരു പെൺകുട്ടി, വലിയ പ്രായമൊന്നുമില്ല, ആൾക്ക് 10-28 വയസ്സെങ്ങാനും കാണത്തുള്ളൂ. അപ്പം ആൾ രണ്ടാമത്തെ വരവിൽ സ്പൈനൽ കോഡ് ഇഞ്ചുറി ആയതിനു ശേഷം രണ്ടാമത് വന്ന റീഹാബിലിറ്റേഷൻ വന്നപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, ഇങ്ങനെ എവിടെ നമ്മൾ ചോദിക്കുമല്ലോ എവിടെയാണ്, എങ്ങനെയാണ്, ആൾക്കാർ ആരൊക്കെ ഉണ്ട് കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾ ഒറ്റയ്ക്കാണ് ട്രീറ്റ്മെൻറ്റിനൊക്കെ വന്നത്. അപ്പോഴാണ് ഇങ്ങനെ എൻ്റെ ഒക്കുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ അറിയുന്നത് ആളുടെ ഹസ്ബൻഡ് എങ്ങനെയാണ് പുള്ളിക്കാരത്തേക്ക് ഇതായത്, ആക്സിഡൻ്റ് ആയത് തന്നെ ഈ മണ്ണൊലിപ്പ് വരത്തില്ലേ, മണ്ണൊലിപ്പ് വന്ന സമയത്ത് മണ്ണിനടിയിലായിപ്പോയി വയറിന് താഴത്തേക്കുള്ള ഭാഗം. അപ്പോൾ ആൾക്കാരെന്ത് ചെയ്തു, ജീവൻ രക്ഷിക്കാനായിട്ട് കൈ വെച്ച് ഇങ്ങനെ വലിച്ചു. അപ്പം ആ ഒരു ഇമ്പാക്റ്റിൽ പുള്ളിക്കാരത്തേക്ക് സ്പൈനൽ കോഡ് ഇഞ്ചുറി ആവുമായിരുന്നു. അതിലും കഷ്ടം എന്താണെന്ന് വെച്ചാൽ അതിനുശേഷം അവരുടെ ഭർത്താവ് വീടിന് വെളിയിലായിട്ട് അവർക്കൊരു ഷെഡ് പോലെ കെട്ടിക്കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അവിടെ ജീവിച്ചാൽ മതി, സാധനങ്ങളെല്ലാം വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും, തനിയെ ഫുഡ് ഉണ്ടാക്കിക്കോണം, തനിയെ ജീവിച്ചോണം, എല്ലാം തനിയെ ചെയ്തോണം. നമ്മൾ ചിലപ്പോൾ ഒരു മൃഗത്തിനോട് പോലും ചെയ്യാത്ത പോലത്തെ ഒരു കാര്യമായിപ്പോയി. അപ്പം പുള്ളിക്കാരി ഇവിടെ രണ്ടാമത് റീഹാബിലിറ്റേഷൻ വരാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ആൾക്ക് വണ്ടി ഓടിക്കാൻ പഠിക്കണം. അപ്പോൾ വണ്ടി ഓടിക്കാൻ പഠിക്കുകയാണെങ്കിൽ തനിയെ പോവാം, അല്ലെങ്കിൽ തനിയെ ട്രാവൽ ചെയ്യാം, സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാമല്ലോ, അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അതായിരുന്നു ഞാൻ പറഞ്ഞ ഫസ്റ്റ് സിറ്റുവേഷൻ. സെക്കൻഡ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞാലും ഒരു ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു. വൈഫിന് ആണ് ബ്രെയിൻ ഇഞ്ചുറി ആയത്. ഒന്നും സംസാരിക്കത്തില്ല, കണ്ണുപോലും തുറക്കത്തില്ല, കണ്ണിങ്ങനെ ഇവിടെ സെല്ലോ ടേപ്പ് വെച്ചിട്ടാണ് ഇങ്ങനെ ഇതാക്കി ഓപ്പൺ ചെയ്ത് വെക്കുന്നത്, അല്ലെങ്കിൽ കണ്ണിങ്ങനെ അടഞ്ഞു പോകും. അങ്ങനെ ഒരാളാണ്. പക്ഷേ ഈ ഹസ്ബൻഡ് ഈ പുള്ളിക്കാരിയെ രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കിപ്പിച്ച് കണ്ണൊക്കെ എഴുതി മുല്ലപ്പൂവൊക്കെ വെപ്പിച്ചിട്ട് എന്ത് ചെയ്യും, ഡെയിലി ഇങ്ങനെ നമ്മുടെ അവിടെ ഒരു സ്ഥലമുണ്ട് നടക്കാനായിട്ട്, അവിടെ ഇങ്ങനെ കൊണ്ടുപോയി ഇങ്ങനെ എല്ലാ ദിവസവും നടത്തിക്കും മീൻസ് ലൈക്ക് വീൽ ചെയറിൽ കൊണ്ടുപോകുന്ന സമയത്ത് പുള്ളിക്കാരൻ ഈ ബാക്കിൽ നിന്ന് പാട്ട് പാടിക്കൊടുക്കും. പുള്ളിക്കാരത്തേക്ക് ഇഷ്ടമുള്ള കുറേ പാട്ടുകളുണ്ട്, ആ പാട്ടുകളെല്ലാം പാടിക്കൊടുത്തോണ്ടിരിക്കും. സോ ഇങ്ങനെയുള്ള എല്ലാ ആൾക്കാരും ഒരേ സമൂഹത്തിലാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴേക്കും അതൊരു റിയലൈസേഷൻ പീരീഡ് തന്നെയായിരുന്നു. എനിവേ കണ്ടിന്യൂ ചെയ്യാം അല്ലേ. പലവട്ടം വൈ മീ എന്ന ക്വസ്റ്റ്യൻ എന്നെ അലട്ടിയിട്ടുണ്ട്. ആ ഒരു ബസ്സിൽ കയറിയതിനും അന്ന് ആ യാത്രയ്ക്ക് പോകാൻ തോന്നിയതിനുമെല്ലാം പലവട്ടം റിഗ്രറ്റ് ചെയ്തിട്ടുണ്ട്. ശരിയാണ്, നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു തെറ്റ് നമ്മുടെ ലൈഫിൽ നടന്നെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഓരോ ഡിസിഷനും റിഗ്രറ്റ് ചെയ്യുന്നതിന് ഭയങ്കര റിഗ്രറ്റ് ചെയ്യലായിരിക്കും അല്ലേ. അത് തന്നെയായിരുന്നു എൻ്റെ അവസ്ഥ. ഈവൻ നൗ ഓൾസോ ഐ ഡു ദാറ്റ്. പക്ഷേ ഐ സോ എ ലോട്ട് ഓഫ് വാരിയേഴ്സ് ഇൻ ദ മീൻ ടൈം. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും പുഞ്ചിരിയോടെ ഞാൻ അതിനെ നേരിടും എന്ന് തെളിയിച്ച ആൾക്കാർ ഒരുപാട് പേര്. സത്യം പറഞ്ഞാൽ എനിക്കത് ഞാൻ പറയാൻ തുടങ്ങിയാൽ കുറേ ആൾക്കാരുടെ കാര്യങ്ങളുണ്ടാവും. അതിൽ ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ്റെ വളരെ അടുത്ത ഫ്രണ്ടാണ് ഇപ്പം മീനാക്ഷി എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി. ആൾക്ക് സ്പൈനൽ കോഡിൽ ട്യൂമറാണ് ഉണ്ടായത്. അപ്പം കുറേ വർഷങ്ങളായി, ആക്ച്വലി 4-5 വർഷമായിട്ട് പുള്ളിക്കാരി ഇതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യുവാണ്. പക്ഷെ അവളെ മീറ്റ് ചെയ്യുന്ന ഒരാൾക്ക് ഒരിക്കലും അവളുടെ ആ ഒരു ഇപ്പം ഇങ്ങനെ വിഷമിച്ചിരിക്കും അങ്ങനെയൊന്നുമല്ല. അവളെ മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവളുടെ ഒരു പുഞ്ചിരി കാണുമ്പോഴുണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എഫക്റ്റാണ്. മേ ബി ഒരു കുഴപ്പവും ഇല്ലാത്ത ഒരാളെ കണ്ടാൽ പോലും നമുക്ക് അത്ര ഒരു ചില ആൾക്കാരെ ഒരു പോസിറ്റീവ് ഓറ കിട്ടുകയെന്ന് അറിയത്തില്ലേ, അതൊക്കെ ഭയങ്കരമായിട്ടുണ്ട്. ആൻഡ് സോ അങ്ങനെയുള്ള ഒത്തിരി പേരെ ഞാൻ കണ്ടു, ഒരുപാട് പേര്. ഈ യുദ്ധം എനിക്ക് ജയിച്ചേ മതിയാവുമെന്ന് മനസ്സിൽ എഴുതി കുറിച്ചവർ. ചിലരുടെ എല്ലാം പോരാട്ടങ്ങൾ തുടങ്ങിയിട്ട് വർഷങ്ങളായി, അവർ പോലും തളർന്നിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ നമ്മൾ എങ്ങനെ തളർന്നു കൊടുക്കും? ഇതൊക്കെ ഞാൻ എഴുതുന്നത് എനിക്ക് തോന്നുന്നു ഒരു 3-4 മാസങ്ങൾക്ക് ശേഷമാണ്, എൻ്റെ ആക്സിഡൻറ്റിന് ശേഷം. അപ്പോഴത്തെ എൻ്റെ ഓരോ തോട്ട്സ് ആൻഡ് അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. എനിവേ, ഇനി നമ്മൾക്ക് നേടണമെന്ന് തോന്നിയാൽ അത് പോസിബിൾ ആക്കാൻ ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ടാകും. ഈ അവസ്ഥയിലും ഹോസ്പിറ്റലിൽ ഇരുന്ന് എക്സാം എഴുതാൻ എനിക്ക് പറ്റിയത് എൻ്റെ മാത്രം പരിശ്രമം കൊണ്ടല്ലായിരുന്നു. എൻ്റെ കോളേജ്, ടീച്ചേഴ്സ്, ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ സ്റ്റാഫ്, അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒട്ടേറെ പേരെ നമ്മൾക്ക് കിട്ടും. സോ ജസ്റ്റ് ഡ്രീം, ഇറ്റ് വിൽ കം ട്രൂ സം ഹൗ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഞാൻ എൻ്റെ MSc ഫിസിക്സിൻ്റെ എക്സാം എഴുതിയ കാര്യമാണ് പറയുന്നത്. പക്ഷേ അതിൽ നിന്നുമെല്ലാം അപ്പം മാത്രമല്ല, അതിനുശേഷം ഞാനിപ്പം ആദ്യം പറഞ്ഞല്ലോ ഞാനിപ്പം MSc സൈക്കോളജി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ആ ഒരു ഡ്രീമും ഞാൻ ജസ്റ്റ് പറഞ്ഞപ്പോഴേക്കും എന്നെ സപ്പോർട്ട് ചെയ്യാൻ, ഇത് നിനക്ക് പറ്റിയ ഫീൽഡാണ്, ഇത് നീ ഇതിനു വേണ്ടി ജനിച്ചതാണ് എന്ന് പറഞ്ഞ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എനിക്കറിയത്തില്ല അവർക്ക് ആക്ച്വലി എനിക്കത് ഓക്കെ ആണോ എന്നൊന്നും മേ ബി ഒരു ഐഡിയ ഇല്ലായിരിക്കും. പക്ഷേ അവർ ജസ്റ്റ് എനിക്കൊരു കോൺഫിഡൻസ് തരുമായിരിക്കും, ഓക്കെ നീ ഇത് ഓക്കെ ആണ്. അപ്പോൾ നമ്മൾ ഏതൊരു കരിയർ ഷിഫ്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ, എനിക്ക് ഓക്കെ ആവുമോ, ഞാൻ ചെയ്യുന്ന റൈറ്റ് ഡിസിഷൻ ആണോ. ഞാൻ ഓൾറെഡി എൻ്റെ ഒരു 5 ഇയേഴ്സ് കൊണ്ടുപോയിട്ട് ഒരിതിൽ കളഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അതെനിക്ക് ഇപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് ലൈഫിൽ എനിക്കതൊരു യൂസ്ഫുൾ ആയിട്ട് തോന്നില്ല. അപ്പോൾ വീണ്ടും ഞാൻ ഒന്നും ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒത്തിരി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, എനിക്കിത് പക്കാണ്, നീ ഈ ഇതായിരുന്നു, നിനക്ക് പണ്ട് തൊട്ടേ എനിക്ക് ഇതാണ് സെറ്റ് ആവുന്ന ഫീൽഡെന്ന് പറഞ്ഞാൽ എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ പേരുണ്ടായിരുന്നു. ആൻഡ് എടാ പറഞ്ഞു വെച്ചത് മറന്നുപോയി. ഇനി അടുത്ത് ഞാൻ ഇപ്പോൾ ഇത് എന്തിനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും നമ്മൾക്ക് ഇല്ലാത്തത്, കിട്ടാത്തത് ആലോചിച്ച് വിഷമിക്കുന്നവരാണ്. എനിക്ക് ആ ഇൻറ്റേൺഷിപ്പ് കിട്ടിയില്ല, ആഗ്രഹിച്ച പാക്കേജ് ഇല്ല, വിചാരിച്ച സ്ഥലത്ത് ടൂർ പോകാൻ പറ്റിയില്ല എന്നൊക്കെ. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ള കാര്യങ്ങൾ കിട്ടാനായി കൊതിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളുണ്ട്. ഈ ഒരു പാർട്ടാണ് ഞാൻ ഈ ഡയറിയിൽ എഴുതിയതിൽ ഏറ്റവും സത്യമായിട്ടുള്ള കാര്യം. കാരണം
നിങ്ങൾ ഏതൊരു അവസ്ഥയിലും ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് എനിക്കൊന്നും കിട്ടത്തില്ല, എൻ്റെ ലൈഫ് എപ്പോഴും ഇങ്ങനെയാണെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവരാണെങ്കിലും നിങ്ങൾക്ക് കിട്ടുന്ന എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വട്ടമെങ്കിലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാൻ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്ന വേറൊരു ആൾക്കാർ കാണും. അതൊരു സത്യം മാത്രം. ഒരു പനി വരുമ്പോഴാണ് നമ്മൾ നോർമലായി ശ്വസിക്കുന്നതിൻ്റെ സുഖം അറിയുന്നതല്ലേ. നമ്മൾക്കുള്ള സൗഭാഗ്യങ്ങൾ പോകുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമുണ്ടോ അതിൻ്റെ വില അറിയാൻ? സത്യം. കാരണം ഇതിനു മുന്നേ, ആക്സിഡൻറ്റിന് മുന്നേ എനിക്ക് മേ ബി തനിയെ എഴുന്നേൽക്കുന്നതോ അല്ലെങ്കിൽ സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ട് ചെയ്യുന്നതിനോ, എഴുന്നേറ്റ് നടന്ന് എവിടെയെങ്കിലും പോകുന്നതിനോ, ട്രാവൽ ചെയ്യുന്നതിനോ, ഒന്നും തന്നെ ഇപ്പം വീട്ടിൽ ഇച്ചിരി ജോലി ചെയ്യുന്നതിനോ ഒക്കെ വലിയത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതിന് ഞാൻ ഗ്രേറ്റ്ഫുള്ളും അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ഒത്തിരി കൊതിക്കുന്നുണ്ട്. സോ ബി ഗ്രേറ്റ്ഫുൾ ഫോർ എവറിത്തിങ്, ഫോർ എവറി ഗിഫ്റ്റ്സ് യു ഹാവ്, ബിക്കോസ് ദിസ് ടു ഷാൾ പാസ്. അത് സന്തോഷമായാലും സങ്കടമായാലും. നമ്മളെപ്പോഴും സങ്കടം ഉള്ള സിറ്റുവേഷനാണല്ലോ ഇതും കടന്നു പോകുമെന്നൊക്കെ പറയുന്നത്. പക്ഷെ നിങ്ങളൊരു കാര്യം ആലോചിക്കണം, നിങ്ങൾക്ക് ഒത്തിരി സൗഭാഗ്യങ്ങൾ, അല്ലെങ്കിൽ ഒത്തിരി ഒന്നും വേണ്ട, ഒരു സൗഭാഗ്യമെങ്കിലും ഉണ്ടെങ്കിലും അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക. കാരണം അതും കടന്നു പോകും. പ്രശ്നങ്ങൾ ഉണ്ടാകും, പ്രതിസന്ധികൾ ഉണ്ടാകും. ഓരോരുത്തരുടെയും ലൈഫിൽ അത് ഡിഫറെൻ്റ് ആകുമെന്ന് മാത്രം. ചുറ്റുമുള്ളവർ പറഞ്ഞേക്കാം, യു മേ ലൂസ് ബട്ട് ലെറ്റ് ദം സേ. റെക്കഗ്നൈസ് ദാറ്റ് ദോസ് ഹൂ ഇഗ്നോർഡ് യു ഡ്യൂറിങ് ടഫ് ടൈംസ് അൺഇൻറ്റൻഷനലി ഹെൽപ് യു ബ്രേക്ക് ഫ്രീ ഫ്രം ദ ഫേക്ക് എയ്ഡ്. എനിക്കെന്നെ വായിക്കാൻ പറ്റുന്നില്ല. ഞാനിത് കേൾക്കാൻ എഴുതിയത് എനിക്ക് അറിയാൻ പാടില്ല. ഞാനിങ്ങനെ എന്തും ഇതെവിടെ ഒന്നാമത് ഫുൾ വെട്ടും കുത്തുമൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് വായിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ചുറ്റും നിന്ന് ഒത്തിരി പേര് നിങ്ങൾക്ക് അത് പറ്റത്തില്ല, നീ ഇങ്ങനെ ചെയ്താൽ നീ തോറ്റുപോകും ജീവിതത്തിൽ എന്ന് പറയുന്ന ഒത്തിരി പേരുണ്ടാകും. പക്ഷേ നിങ്ങൾ അതൊക്കെ കടന്ന് നിങ്ങൾക്കത് പറ്റുമെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിലെത്തും. ആ സിറ്റുവേഷനിൽ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ഓക്കെ, ആ പറ്റില്ല എന്ന് പറഞ്ഞ് ചുറ്റും ഫേക്ക് ചെയ്തെന്ന് കുറേ ആൾക്കാരുണ്ട്. അവരെയൊക്കെ തിരിച്ചറിയാൻ അവർ തന്നെ ഒരു വഴി കൊണ്ട് തന്നതാണ് എന്ന് മനസ്സിലാക്കുക. ഓൾസോ ഈ ഒരു ജീവിതത്തിൽ ലെറ്റ്സ് റിയലൈസ് വൺ തിങ്, ഇറ്റ്സ് നോട്ട് എ കോമ്പറ്റീഷൻ. ഗോ അറ്റ് യുവർ ഓൺ പേസ് ആൻഡ് ദ സൊല്യൂഷൻസ് വിൽ അൺഫോൾഡ് ഇൻ ഡ്യൂ ടൈം. ഇപ്പോൾ ഇത്രയും സോഷ്യൽ മീഡിയയുടെ ഇതും എല്ലാ കാര്യങ്ങളും പണ്ടെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അമ്മമാരൊക്കെ പറയുന്നത് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിനെ കണ്ടുപിടി, അല്ലെ അവൻ്റെ മാർക്ക് ഇത്രയാണ് നിനക്ക് എന്താ, അങ്ങനെയുള്ള കമ്പാരിസൺസിൻ്റെ ലെവൽ സ്കെയിൽ എന്ന് പറയുന്നത് വളരെ കുഞ്ഞതായിരുന്നു. നമ്മളുടെ ചുറ്റും കാണുന്ന ഒരു ലോകത്തിലെ ഇത് മാത്രമേ ഉള്ളായിരുന്നു. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നതോടെ നമ്മുടെ കമ്പാരിസൺ ലെവൽ എന്ന് പറയുന്നത് അറ്റ് ഇറ്റ്സ് പീക്കാണ്. മേ ബി നമ്മളുടെ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത എൻവയോൺമെൻറ്റോ അല്ലെങ്കിൽ ഫാമിലിയോ അല്ലെങ്കിൽ ഒന്നും തന്നെ ബന്ധമില്ലാത്ത ഈ വേറെ ലെവൽ ഓഫ് ഇതിൽ ജീവിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടായിരിക്കും നമ്മൾ കമ്പയർ ചെയ്യുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു ജീവിതം കിട്ടുന്നില്ലല്ലോ എന്നുള്ളത്. അല്ലെങ്കിൽ മേ ബി നമ്മുടെ കൂടെ പഠിച്ച ഒരാൾ ഇപ്പം എനിക്ക് 23 വയസ്സായി, എൻ്റെ വയസ്സിൽ കല്യാണം കഴിച്ച് കുട്ടികളായവരുണ്ട്, അല്ലെങ്കിൽ നല്ല ജോലിയിൽ കയറിയവരുണ്ട്, അവരൊക്കെ നല്ല ട്രിപ്പൊക്കെ പോയി നടക്കുന്നുണ്ട്. സോ അവരുടെ ലൈഫ് കണ്ടിട്ട് ഞാനിങ്ങനെ എനിക്കൊന്നും പറ്റുന്നില്ലല്ലോ, ഞാനങ്ങനെ ചിന്തിക്കാറുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ സം ടൈംസ് ഓടി ഞാൻ ആ ഒരു ഇത് മനസ്സിലാക്കാറുമുണ്ട്, അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. ഞാൻ ആലോചിക്കുന്നു, ഞാൻ എൻ്റെ 23-ൽ ഞാനിവിടെ ഹോസ്പിറ്റലിൽ ഇരിക്കുവാണ്, എൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുവാണ്. സോ നമ്മൾ ഇങ്ങനെ ചിന്തിക്കുന്ന സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക, ലൈഫിൽ കോമ്പറ്റീഷനേ അല്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് വിഷയമല്ല. മേ ബി അവർക്ക് 30-ാം വയസ്സിലായിരിക്കും ജോലി കിട്ടുന്നത്, നമുക്ക് 50-ാം വയസ്സിലായിരിക്കാം. മേ ബി അവർക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് ഒരിച്ചിരി നേരത്തെ അധികം കഷ്ടപ്പാടൊന്നും ഇല്ലാതെ കിട്ടിയെന്ന് വരാം. പക്ഷെ നമുക്ക് ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിരിക്കാം. സോ ഇതെല്ലാം നമ്മളുടെ എല്ലാവർക്കും ഓരോരോ പേസ് ഉണ്ട്, ആ ഒരു പേസിൽ നടക്കും. അത് 20-ലാണെങ്കിലും 30-ലാണെങ്കിലും 40-ലാണെങ്കിലും നടക്കും. പക്ഷേ നമ്മളൊരു കോമ്പറ്റീഷനായിട്ട് കണ്ട് അവർക്ക് ഇന്നത് കിട്ടി എനിക്ക് കിട്ടിയില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിരുന്നാൽ അത്ര ശരിയാകത്തില്ല കേട്ടോ. എനിവേ, ആരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇഫ് ഇറ്റ്സ് നോട്ട് എ ഹാപ്പി എൻഡിങ് ദെൻ ഇറ്റ്സ് നോട്ട് ദ എൻഡ്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഹാപ്പി അല്ലാത്തൊരു സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ മനസ്സിലാക്കുക, ഇതൊരിക്കലും അവസാനമല്ല. ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് നിങ്ങളൊരു ജസ്റ്റ് ലൈഫിലെ ചാപ്റ്റർ മാത്രമാണ്. ഇത് കഴിഞ്ഞ് ഒരു ഹാപ്പി എൻഡിങ്ങിന് വേണ്ടിയിട്ടുള്ളൊരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, സോ അത്രയേ ഉള്ളൂ. ലെറ്റ്സ് എൻജോയ് ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്സ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സ്വന്തം ലൈഫിൽ നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഞാനിത് എഴുതിയതൊരു 1.25 വർഷം മുന്നെയാണ്. ഇപ്പോഴും ഞാൻ അതിൻ്റെ ശ്രമത്തിലാണ്. ചില സമയത്തെല്ലാം അത് നടക്കാറുണ്ട്, ചില സമയത്തെല്ലാം പാളിപ്പോകാറുമുണ്ട്. പക്ഷെ സ്റ്റിൽ ഐ ഡു ട്രൈ. സോ നമുക്കങ്ങ് ശ്രമിക്കാമെന്നേ, ഇൻ എവറി പോസിബിൾ വേസ്. പെർസിസ്റ്റ് ത്രൂ ചലഞ്ചസ്, ലിസൺ ടു മീ കെയർഫുള്ളി ആൻഡ് നെവർ എവർ സറണ്ടർ. സോ താങ്ക്സ് ഫോർ ലിസണിങ്. സൈനിങ് ഓഫ്. അങ്ങനെയാണ് നിർത്തിയത്. സോ ഐ ഹോപ്പ് ഇത് കുഴപ്പമില്ലാത്തൊരു എപ്പിസോഡായി തോന്നുന്നു വിചാരിക്കുന്നു. ആൻഡ് അഭിപ്രായങ്ങൾ പറയുക, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.